ജി എസ് ടി നിയമം വന്നതിന് ശേഷം ജി എസ് ടിയിൽ കുറേയധികം മിസ്റ്റേക്കുകളും കുറേയധികം ഒഫൻസുകളും ഈ വ്യാപാരികൾക്ക് വരുന്നുണ്ട്. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ജി എസ് ടി പ്രാക്ടീസ് ചെയ്യുന്ന അക്കൗണ്ടൻറ്റ് ഒരു ഓഡിറ്ററുടെ ലെവലിലേക്കും ഒരു ബാങ്കറുടെ ലെവലിലേക്കും ഒരു ഇൻകം ടാക്സ് ഓഫീസറുടെ ലെവലിലേക്കും അവർ ഉയരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ അക്കൗണ്ടൻറ്റ് ജി എസ് ടി ഇൻ്റർലോക്ക്ഡ് ടാക്സ് സിസ്റ്റമാണ്. ഇൻ്റർലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിനാൻസ് സാമ്പത്തിക ഇടപാടുകളുമായി നടക്കുന്ന എല്ലാ ഏരിയകളിലേക്കും ഗുഡ്സും സർവീസും റിലേറ്റഡ് ആയിട്ടുള്ള നിയമം ജി എസ് ടി ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇൻ്റർലോക്ക് ചെയ്തതിൽ ജി എസ് ടി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ട്സ് ചെയ്യുന്ന വ്യക്തികൾ അക്കൗണ്ടൻ്റ് എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രൊഫഷണൽ എന്ന രീതിയിലേക്ക് മാറണം. പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസിനെ മുൻകൂട്ടി കാണാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് വരണം. ഒഫൻസിനെ മുൻകൂട്ടി കാണാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്ഡേഷനാണ്. പേപ്പറിൽ വരുന്ന ന്യൂസുകളും അതുപോലെ തന്നെ പ്രസ് റിലീസുകളും വാർത്തകളും ഒന്നും ആക്റ്റല്ല. ആക്റ്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആ നോട്ടിഫിക്കേഷനെ നമ്മൾ വായിച്ചു നോക്കി അതിനെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്ക് വേണം? ഈ പ്രാക്ടീസ് ചെയ്യുന്ന അക്കൗണ്ടൻറ്റുമാർക്ക് വേണം. ആ ലെവലിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്ന അക്കൗണ്ടൻറ്റുമാരും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടൻറ്റുമാരും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഡിറ്റേഴ്സും ഉയരുമ്പോഴാണ് ഒഫൻസുകൾ കുറയുന്നത്. ഒഫൻസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മാൽ പ്രാക്ടീസ് ഒഴിവാക്കാനും വേണ്ടിയിട്ടുമാണ് 6 മാസം കൂടുമ്പോൾ ജി എസ് ടിയിൽ ഒരു അഴിച്ചുപണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ ഒരു ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകൾ ഏതൊക്കെ മേഖലകളിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യാൻ പല ടീമുകളും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജി എസ് ടിയിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ജി എസ് ടി റേറ്റിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആൻറ്റി പ്രോഫിറ്റ് ഗിയറിങ്, അതായത് വിലയിൽ ചേഞ്ച് വരുത്തി ഈ ടാക്സ് വ്യത്യാസം മൂലം ജനങ്ങളിലേക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് ഈ വ്യാപാരി സമൂഹം എന്താക്കും? ഒഴിവാക്കാൻ ശ്രമിക്കും. അവിടെയാണ് ഇനി വീണ്ടും ഒഫൻസ് വരാൻ പോകുന്നത്. കാരണം 12% ഗുഡ്സിന് 5% ആക്കുമ്പോൾ വില കുറയേണ്ടതാണ്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രസ് റിലീസ് ഇടുമ്പോൾ നോർമലി മാനുഫാക്ചേഴ്സ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് കുറഞ്ഞതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടില്ല? വ്യാപാരികൾക്ക് കിട്ടില്ല. ഈ മേഖലകളിലൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് മാറേണ്ടത്. ആ പ്രൊഫഷണലിസം ഇൻറ്റേൺഷിപ്പിലൂടെ കൊടുക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് എന്ത് ചെയ്യാം? പോയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. കോഴ്സായിട്ട് പഠിക്കുന്നതിനും നല്ലത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ് ഫ്യൂച്ചറിൽ നല്ലത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രൊഫഷണൽ കോളേജുകളിലും ഓട്ടോണമസ് കോളേജുകളിലൊക്കെ കോഴ്സിൻ്റെയോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ ആഡ് ചെയ്തേക്കണത്. അവർ പഠിക്കുന്ന കാലത്ത് തന്നെ അവരുടെ പ്രൊഫഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കോഴ്സുകൾ ആഡ് ഓൺ ചെയ്യുന്ന കോളേജുകളിലെ സ്റ്റുഡൻസ് അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ വേണ്ടി ആഡ് ഓൺ കോഴ്സ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലും സെലക്ട് ചെയ്യണം. ഒരു ആഡ് ഓൺ കോഴ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്യുക എന്നതിനുപരി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സ് സെലക്ട് ചെയ്തെടുക്കുക. കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് എന്ന് പറയുന്നത് ജി എസ് ടി തന്നെയാണ് വേണ്ടത്. പക്ഷേ എല്ലാവരും സെലക്ട് ചെയ്യുക കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റും സി എ കോഴ്സാണ്. കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റും സി എ കോഴ്സൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രൗണ്ട് ലെവലായിട്ടുള്ള ജി എസ് ടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ കുറച്ച് അച്ചീവ്മെൻറ്റ് കൂട്ടാൻ പറ്റും. നമ്മൾ പഠിച്ച കാലഘട്ടം എന്ന് പറയുന്നത് +2 ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഗ്രൗണ്ട് ലെവൽ പഠിക്കാണ്ട് നേരെ പോയി സി എ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ 90% ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് അതിൻ്റെ ഗ്രൗണ്ട് ലെവലായ ഗുഡ്സും സർവീസും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ച് ബിസിനസ്സിനെ പഠിക്കാൻ പറ്റിയിട്ടുള്ള ഏരിയ പഠിച്ചിട്ട് സി എ കോഴ്സുകളൊക്കെ അപ്രോച്ച് ചെയ്താൽ വെരി ഗുഡ്. സാപ്പ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഈ സാപ്പ് കോഴ്സ് പഠിക്കുന്നതിലും ടാലി കോഴ്സ് പഠിക്കണമെങ്കിലും ഒക്കെ ബേസ് ആയിട്ടുള്ള ഈ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മളുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പഠിക്കേണ്ടത്? സോഫ്റ്റ്വെയറുകൾ പഠിക്കേണ്ടത്. അപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചേഞ്ചുകൾ 2017-നും 2025-നും ഇടയിൽ
140ഓളം സർക്കുലറുകൾ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഓരോ വർഷവും ടാക്സ് റേറ്റുകളിലും പോളിസികളിലും അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 വർഷത്തിനുള്ളിൽ തന്നെ 200-ലധികം നോട്ടിഫിക്കേഷനുകൾ ഇറക്കി അവർ ചേഞ്ച് ചെയ്തിട്ട്, GST ഡിപ്പാർട്ട്മെൻറ്റും കൗൺസിലും. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് പഠിക്കാൻ പോകുന്ന ആൾക്കാർ ഏറ്റവും സീരിയസ് ആയിട്ടും പ്രൊഫഷണൽ ലെവലിൽ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒഫൻസും പെനാൽറ്റിയും ഫൈനും 100% ഒഴിവാക്കാൻ പറ്റും. ഓക്കെ.